so long. We've been waiting for this time to begin. ഹലോ ഗായ്സ്, വെൽക്കം ടു ബ്ലോക്ക് സ്റ്റാർ കമ്പനിക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വയനാടൻ ബസ് എടുത്തുനിന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ബീച്ചിലേക്കാണ് ട്രിപ്പ്. നമുക്ക് ട്രിപ്പ് എടുക്കാം. അപ്പോൾ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് കാണാം. ട്രിപ്പ് പോയതിന് ശേഷം നമ്മൾ എടുക്കാൻ പോണ മാപ്പ് ഇതാ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ബീച്ചിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ബീച്ചിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞു പോയി തന്നെ ഒന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കണ്ടോ, ഇത് മുകളിക്കാവുകയും അടിക്കുകയും ചെയ്യുന്നത്. രണ്ടാക്കുമ്പോൾ റൂഫിൻ്റെ മുകളിലത്തെ ഇതാണ്. രണ്ടാക്കുമ്പോൾ റൂഫിൻ്റെ മുകളിലത്തെ പൊങ്ങുകയും സൈഡ് ഗ്ലാസ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. മൂന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ നെയിം അകത്തേക്ക് കാണുകയും അതിൻ്റെ മുകളിലത്തെ ടോപ്പ് ലൈറ്റ് അടിക്കുകയും ചെയ്യുന്നു. ഇതാണ് വയനാടിൻ്റെ ബസ്സിൻ്റെ ഓരോ മോഡ്. ഈ ഓരോ മോഡ് നിൽക്കുമ്പോഴും ഓരോ വ്യത്യാസങ്ങളാണ് കാണുന്നത്. വണ്ടിയുടെ അകംഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈറ്റ് വർക്കുള്ള അകംഭാഗമാണ്. പുറത്ത് നോക്കി തന്നെ നിങ്ങൾക്ക് മുകളിലത്തെ കാണാം കുഴപ്പമില്ലാതെ. അപ്പോൾ ഈ കാണുന്നതാണ് വേണ്ട ഫ്രണ്ട് ഭാഗം. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ വേറെ ആൾക്കാർക്ക് നടന്നുകൊണ്ട് അത് നോക്കണമെന്നില്ല. നമ്മൾ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോവാണ്. നമുക്ക് അവരെടുത്തിട്ട് വേണം ട്രിപ്പ് എടുക്കാൻ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അവരെടുക്കാൻ പോകണം. അവരെടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയ ശേഷം ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. നമുക്ക് വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കാം. കുറച്ച് പിള്ളേരൊക്കെ അവിടെ വാണ്ടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കണ്ട, നമുക്ക് പോകാം. നല്ല ചെറിയ വഴിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. നല്ല രസമുള്ള വഴിയാണ്. നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇനി എത്താൻ കുറച്ച് നേരം കൂടിയല്ലോ. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പം നമ്മൾ വണ്ടി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പത്തനത്ര സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവർടേക്ക് ചെയ്യാൻ നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യും. റൈറ്റിലോട്ടാണ് നമുക്ക് തിരിക്കേണ്ടത്, ലെഫ്റ്റിലോട്ടാണ് തിരിക്കേണ്ടത്. മെല്ലെ ഇൻഡിക്കേറ്റർ ഇട്ട് മെല്ലെ തിരിക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് നമ്മളൊന്ന് ഇതാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചാണ്ട് പിടിച്ചോ. നമ്മളിതാ എത്താറായി. നമ്മൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ബാലൻസ് ഒക്കെ ഇട്ടുണ്ട്. എന്നാലും നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് കൊണ്ടുപോകുക. നമ്മൾ കുറച്ച് കഴിഞ്ഞ ശേഷം എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേഗത്തിലാണ് പോകുന്നത്. ഇതേപോലെ ഏത് വണ്ടികളും ആയിക്കോട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞാൻ പരമാവധി അത് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും തോറും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞാനത് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എടുക്കുന്ന വീഡിയോ ആ വണ്ടിയെ കൊണ്ടൊരു ട്രിപ്പ് പോകുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് ഏത് വണ്ടിയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നിങ്ങൾ പറയുക. ഏത് വണ്ടിയും ആയിക്കോട്ടെ നമ്മൾ എടുക്കുന്നതായിരിക്കും. നമുക്ക് വെട്ടിക്കാൻ നോക്കാം. കുഴപ്പമില്ല, വണ്ടികൾ പോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാം.
നമ്മുടെ വണ്ടി ശരിക്കും നല്ലൊരു തലയെടുപ്പോടെയാണ് പോകുന്നത്. ലെറ്റർ ശരിക്കും വയനാടൻ ബസ് പോലെ തോന്നുന്നുണ്ട്. ഇത് കളിക്കുമ്പോൾ നമുക്ക് ശരിക്കും വയനാടൻ ഓടിക്കുന്നതിൻ്റെ ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നല്ല ഗെയിമാണ് ബിസിലേറ്റർ. ഇപ്പോൾ MB കുറവുമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ആ ഗെയിം കയറ്റിയ ശേഷം ഏതെങ്കിലും വണ്ടി എടുക്കണമെന്ന് അറിയില്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്യൂ. ഞാൻ എങ്ങനെയാണ് എടുക്കുക എന്നൊക്കെ വീഡിയോ ആക്കി ഇടാം. നമ്മളിപ്പോൾ ഇതൊരു ഈവിൾ ജെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ഇതേപോലെ നമ്മൾ വയനാട് എടുത്ത വീഡിയോ ഉണ്ട്, അറിയാത്തവരെ അത് കണ്ട് ചെയ്തുകൊള്ളൂ. അപ്പോൾ ഏത് വണ്ടി വേണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. കാണുന്ന അടുത്ത നിമിഷം തന്നെ ഞാൻ അത് എടുക്കുന്നതായിരിക്കും. എടുക്കുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. നിങ്ങളത് കണ്ടുകൊണ്ട് അതേപോലെ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ആ വണ്ടി കിട്ടുകയായിരിക്കും. അടുത്തത് ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ എടുക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഹെൽപ്പാണ് ഞങ്ങൾക്ക് ഒരു ആശ്രയം. നിങ്ങൾ എത്രത്തോളം കമൻറ്റും ലൈക്കും ചെയ്യുന്നതോറും നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയായിരിക്കും. ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്ന വണ്ടി നമ്മൾ എടുക്കുന്നതായിരിക്കും. ഏത് വണ്ടിയും ആയിക്കോട്ടെ നമ്മൾ എടുക്കും. ആംബുലൻസ്, ബസ്, ട്രാവലർ ഏതും ആയിക്കോട്ടെ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. കമൻറ്റ് കണ്ട അടുത്ത നിമിഷം തന്നെ നമ്മളത് എടുത്ത് വീഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ കുഴപ്പിക്കുന്നില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള ഇനി ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഏത് വണ്ടിയും ആയിക്കോട്ടെ നമ്മൾ എടുക്കും. അടുത്ത വണ്ടി ഏത് വണ്ടി കൊണ്ട് എങ്ങോട്ട് പോകാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അധികം പറഞ്ഞ് കുഴപ്പിക്കുന്നില്ല. നമ്മൾ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. 78-ലൊക്കെയാണ് പോകുന്നത്. ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 150 പവർ സ്പീഡിൽ പോകും. അടുത്തത് ഏത് വണ്ടി എടുക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കൊമ്പനായിക്കോട്ടെ, ജയ്ഗുരി ആയിക്കോട്ടെ, ഏത് വണ്ടിയായാലും നമ്മൾ എടുക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ചെറിയ വീഡിയോ വലിയൊരു യൂട്യൂബ് ചാനലാക്കി മാറ്റാൻ നിങ്ങൾ സഹായിക്കൂ. നമ്മളിനി ഡെയിലി വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അറിയുന്നവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് ഒരു വലിയ ഉയരത്തിലെത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ആണ് ഞങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി.
എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ കമൻറ്റ് ബിലോ. നമ്മൾ നെക്സ്റ്റ് മാപ്പ് എത്തി. നമ്മൾ എത്താറായി. ഈ ഇവർ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നമ്മൾക്ക് കുറച്ച് സെൽഫി ഒക്കെ എടുക്കാം. അതൊക്കെ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് വേണം തിരിക്കാൻ. നമ്മൾ എത്താറായി. ഇനി ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് തിരിക്കാം. നേരെ പോയിട്ട് ഇനി റൈറ്റ് എടുത്താൽ നമ്മൾ ബീച്ചിലെത്തി. നമുക്ക് പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ട് വേണം ഇവരെ ഇറക്കാൻ. നേരെ നമുക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാം. ഈ ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിക്കാം. തിരികെ കൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ബ്രേക്ക് പിടിച്ച് വേണം പോകാൻ. നേരെ എടുത്ത് ലെഫ്റ്റിലേക്ക് പോയാൽ അവിടെ ബീച്ചെത്തി. നമ്മുടെ ഫ്രണ്ട് കാണുന്നതാണ് ബീച്ച്. എത്താറായി. അടുത്തത് ഇനി ഏത് മാപ്പ് ആണെന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് പോലെ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. നമ്മൾ ബീച്ച് എത്തിയിട്ടുണ്ട്. ഇനി പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യാം. നമുക്ക് ഇനി ഇവരെ ഇറക്കി വിടാം. പിന്നെ ഇറക്കി വിട്ട് കാണാം. ഇത് ഇറക്കി വിട്ടിട്ടുണ്ട് ഇവരെ. നമുക്ക് അവരുടെ കൂടെ പോയി നോക്കാം. കടയിലേക്ക് നമുക്ക് കുറച്ച് ഒരു നിശ്ചിത വഴി വരെ അകലം വരെ നമുക്ക് ഇറങ്ങാം. നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകാം. വണ്ടിയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പം നമ്മളും വണ്ടി ഒരുമിച്ചുള്ളൊരു ഫോട്ടോ എടുക്കാം. ആദ്യം വണ്ടിയുടെ ഒറ്റയ്ക്കുള്ളൊരു ഫോട്ടോ എടുക്കാം. വേണ്ട കുറച്ച് ഫോട്ടോസ് എടുക്കാം. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.